Oh. വായില്ലൊക്കെ ചൂരാ തള്ള് ചൂരാ തള്ള് മിണ്ട ഹലോ ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അങ്ങനെ 3-ാം ദിവസം നമ്മൾ കടലിൽ വന്നേക്കണം. നല്ല കാട്ടിലും നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ കിട്ടിലോട്ട് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നത് വലക്കേരി വരെ കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ മച്ചാമാരെ, 3-ാം ദിവസം നല്ല അടിപൊളി മീൻ പിടുത്തോട്ടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നേക്കണത്. കടലിലെ വവ്വാലും കുഞ്ഞുങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട? അത് ഞാൻ പറയണതല്ല, അത് തന്നെ മുതല് കറുത്തിരുണ്ട വവ്വാലും കുഞ്ഞുങ്ങൾ. നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു മുതല് ഈ വല നിറച്ച് കയറിയവന് ഒരു അടിപൊളി കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാൻ വേണ്ടി പോണേട്ടാ. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മുടെ ഫസ്റ്റ് വല കാലത്ത് തന്നെ കയറുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചിട്ടത്. വല കയറിക്കഴിഞ്ഞ് വല പൊട്ടിച്ചിടുമ്പോൾ നിറച്ച് വവ്വാലും കുഞ്ഞുങ്ങളാണ് വലയിൽ നിന്ന് ഇങ്ങനെ വീഴണത്. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ലക്ഷക്കണക്കിന് കറുത്ത വവ്വാലും കുഞ്ഞുങ്ങളിങ്ങനെ ചൊറപ്പറാന്നും പറഞ്ഞ് വീഴണ കാഴ്ച കാണണേട്ടാ. എന്തായാലും വീഡിയോ നിങ്ങൾ അവസാനം വരെയും കണ്ടതേ. വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവേണ്. ബോർഡെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വല കയറുമ്പോൾ വഴിയെ നിങ്ങൾക്ക് കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോട്ടാ. ബോർഡ് കയറിയപ്പോൾ അതുപോലെ തന്നെ ബോർഡ് വേഗം തന്നെ കെട്ടി വെക്കും. പിന്നെ തമ്മിൽ കൊളത്തിയിട്ട് റോപ്പും കൂടി കയറ്റും. റോപ്പും കൂടി കയറിയ ശേഷം നമ്മുടെ ഫ്ലോട്ട് മേലോട്ട് പൊങ്ങി വരും. അത് കഴിഞ്ഞാൽ പിന്നെ വല പിടിച്ചങ്ങോട്ട് കയറ്റേണ്ട. അപ്പോൾ തമ്മിൽ കൊളത്തിയിട്ട് വേഗം തന്നെ റോപ്പും കൂടി ഇപ്പോൾ വീഞ്ചിൽ കയറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതാണ് ആ ഒരു ഇരുമ്പ് കട്ടനേണ്ട എന്ന് പറയണത്. അങ്ങനെ അത് നേരെ വീഞ്ചിൽ കയറേണ്ട. അപ്പം അതിൻ്റെ കൂടെ പയ്യെ റോപ്പും ഇങ്ങനെ കയറി പോണ ഒരു കാഴ്ച കാണും കപ്പിക്കൂടി. ഇതിന് ശേഷം പയ്യെ ഫ്ലോട്ട് പൊങ്ങി വരും. ഇതുപോലെ അങ്ങോട്ട് ഫ്ലോട്ട് പൊങ്ങാൻ തുടങ്ങും. ഇനി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈക്ക് വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവേണ്ട. ചിലപ്പോഴൊക്കെ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോകും. ഇവിടെ ഒരു കപ്പി കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഇതാണ് സെൻട്രൽ ലൈൻ കേട്ടാ. നമ്മുടെ ചരക്കിൻ്റെ ഭാഗത്ത് തന്നെ ഒരു റോപ്പാണ്. അപ്പോൾ അത് പയ്യെ വലിച്ചടിപ്പിക്കുമ്പോൾ വല എളുപ്പത്തിൽ പിടിച്ച് കയറ്റാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു ലൈനെ പറയണം, അല്ലെങ്കിൽ ആ റോപ്പിനെ പറയണ സെൻട്രൽ ലൈൻ. ഇതാണ് നമ്മുടെ കടലിൽ കാണുന്ന ഒരു പവിഴപ്പുറ്റി. നമ്മുടെ വലയെ കിട്ടിയതാണ് കണ്ട. ഇങ്ങനെ ഒരു പവിഴപ്പുറ്റി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നമ്മൾ കടലിലോട്ട് തന്നെ കളഞ്ഞിട്ടാ ഉടക്കിപ്പെട്ട് വന്നതാണ്. ഇനിതേ മീൻ പൊട്ടിച്ചിടാൻ വേണ്ടി പോവേണ്. പയ്യതേ വല പിടിച്ചെടുക്കുമ്പോൾ തന്നെ കൊഴുവയാണ് ആ വലയിൽ കുത്തിക്കിടക്കണത്. കൊഴുവ, ചൂട, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അത് അറിയപ്പെടുന്നത് കേട്ടാ. അങ്ങനെ ആദ്യത്തെ വല കയറിയാണ്. അപ്പോൾ ഈ ഒരു വല കയറുമ്പോൾ വന്ന മീനൊക്കെ നിങ്ങൾ കണ്ടോട്ടാ. അപ്പോൾ ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോയിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഇത്തിരിയും കൂടി മെച്ചപ്പെടുത്തി നിങ്ങളിലോട്ട് ഓരോ കാഴ്ചകളും കടലിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഞാൻ എത്തിക്കുക. അങ്ങനെ നമുക്ക് കിട്ടിയ കുറച്ച് ചൂടൊക്കെ കോരി മാറ്റി ഇനിതേ ചരക്ക് പൊട്ടിച്ചിടാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ ഈ കിട്ടിയത് കുറച്ച് മീനാണ്. ഇനി അങ്ങാടുള്ളതൊക്കെ ഇതിലും ഇരട്ടിയാണ് നമുക്ക് കിട്ടണേട്ടാ മീൻ. ഇത് തുടക്കം മാത്രമാണ് ഈ കാണാൻ പോണേട്ടാ.
कुठे कुठे ഈ മീനുകളെല്ലാം നമ്മുടെ വലയിൽ കയറിയിട്ട് അധികം നേരമായിട്ടില്ല. പിന്നെ വവ്വാലും കുഞ്ഞുങ്ങളൊന്നും ഈ ആദ്യത്തെ വലയിലല്ല കിട്ടിയത്. നമുക്ക് രണ്ടാമത്തെ വലയിൽ കയറിയപ്പോഴാണ് വവ്വാലും കുഞ്ഞുങ്ങളെ കിട്ടാൻ തുടങ്ങിയത്. ഈ മീനുകൾ അധികം നേരമായിട്ടില്ല എന്നുള്ള പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ഈ എല്ലാ മീനുകളും പെട്ടക്കണുണ്ട്. കയ്യിലായാലും ശീലാവായാലും വറ്റയായാലും അങ്ങനെയുള്ള എല്ലാ മീനിൻ്റെ ജീവനോടെ പെട്ടക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിൽ കൂടുതലും കണവയും അതുപോലെ തന്നെ കുറച്ച് മീനൊക്കെ ഉണ്ട്. ഇതാണ് ലയണൽ ഫിഷ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഇച്ചിരി വിഷമുള്ളത് കൊണ്ടാണ് ആ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിവരം അറിയും. അത്രക്കധികം മുള്ളാണ് ആ ഒരു മീനിട്ട. കാണുമ്പോൾ ഒരു മയിൽ പീലി വിടർത്തി നിൽക്കണത് പോലെയൊക്കെ നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. ആ ഒരു മീനെ കാണാനുള്ള ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. കടലിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള മീനുകൾ അത്രയധികം അപകടകാരികളായിരിക്കും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ വല ഇട്ട് കൊടുക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. രണ്ടാമത്തെ വല വേഗം തന്നെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ എറിഞ്ഞ് വല വിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് മൂന്നാം ദിവസം നമുക്ക് രണ്ടാം ദിവസത്തിൻ്റെ അത്ര അധികം കടൽ കാലത്ത് തന്നെ ഇല്ല കേട്ടോ. ഇനി അങ്ങാട് എപ്പോൾ വേണമെങ്കിലും കടലിലെ സ്വഭാവം മാറുകയും ചെയ്യും കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ റോപ്പും കാര്യങ്ങളൊക്കെ കപ്പിയിൽ ഇറക്കി വിടുകയാണ്. വീഞ്ചിയിൽ നിന്ന് വയർ റോപ്പും കാര്യങ്ങളൊക്കെ സ്പീഡിൽ രണ്ട് സൈഡിൽ നിന്നും ഒരേ ലെവലിൽ ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ദിവസം നമുക്ക് ഇഡ്ഡലി ആയിരുന്നു. ഇതുപോലെ ലാസ്റ്റ് ദിവസവും നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഉണ്ട്. രണ്ടും ഞാനെടുത്ത് ആദ്യം കുറച്ച് ചമ്മന്തി എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ സാമ്പാറും എടുത്തിട്ടാ. ഇതും കൂടി കൂട്ടി അങ്ങോട്ട് കുഴച്ചങ്ങടെ ആ ഇഡ്ഡലി അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കാലത്തും തന്നെ. അപ്പോൾ എല്ലാവരും ചായ കുടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മളിതേ പയ്യെ ഒരു വലയുടെ സൈഡിൽ പോയി ഇരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ്. ഇന്ന് കടൽ ഇപ്പോഴൊക്കെ വരെയും ഒരു കുഴപ്പമില്ല കേട്ടോ. അത്ര വലിയ വിഷയത്തിലൊന്നും നിൽപ്പില്ല. അതുകൊണ്ട് സുഖമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റി. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് കുത്തണോണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണത് പിടിച്ചിരുന്നായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വലതെ വീഞ്ചിൽ കയറ്റുകയാണ്. വീഞ്ച് കിടന്ന് കറങ്ങുകയാണ്. അതിനനുസരിച്ച് അവിടെ ഒരു ഇരുമ്പിൻ്റെ കോല് വെച്ച് റോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റുകയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബോട്ടിലൊക്കെ കൂടുതലും കപ്പി വെച്ച് ഇങ്ങനെ തള്ളും അല്ലെങ്കിൽ കപ്പി വെച്ചുള്ള പരിപാടിയാണെങ്കിൽ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ കോല് വെച്ചാണ് ഇത് ചെയ്യണത്. അങ്ങനെ ബോർഡെത്തി. ബോർഡൊക്കെ പതിപോലെ തന്നെ പിടിച്ച് കയറ്റുകയാണ്. പിടിച്ച് കയറ്റുമ്പോൾ തന്നെ പയ്യെ കാറ്റ് തുടങ്ങിയിട്ടാ. പറഞ്ഞ് തീരെയല്ലേ കടലിലെ സ്വഭാവം മാറി തുടങ്ങി. പല കൂട്ടുകാരും എന്നോട് കടലിൽ കൊണ്ടുപോകുമോ മച്ചാനെ എന്നൊക്കെ ചോദിച്ച് എപ്പോഴും കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അതിലേറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോകണതിന് എനിക്ക് കുഴപ്പമൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല. പ്രശ്നം എന്ന് വെച്ചാൽ ഈ കടലിലെ സ്വഭാവം നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് മാറണതെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കടൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഛർദ്ദിക്കും. അതുപോലെ തന്നെ തലകറങ്ങും. ആകെ നിങ്ങൾ അവശതയും വല്ലാണ്ടായി മാറും. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കടൽ ചൊരുക്കെന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും കരയിൽ പോയാൽ മതി എന്നായിരിക്കും. അത്ര അധികം നിങ്ങൾ വയ്യാതെയാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് പറയാനുള്ള കാര്യം, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് കമൻറ്റ് കണ്ടായിരുന്നു ഞങ്ങളെയും കൊണ്ടുപോകുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് കേട്ടോ. കടലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പോയി അതിനകത്തോട്ടൊന്നും മെരിഞ്ഞ് വരാൻ ഇച്ചിരി പണിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല രണ്ടാമത്തെ വല ഏകദേശം കയറി തുടങ്ങി. ഇനി കയറി പിടിച്ച് കയറ്റി കഴിഞ്ഞ് മീൻ പൊട്ടിച്ചിരുന്ന കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ.
Mala tutule, mala tutule. Hadi hadi. Hella, 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 hella. இவ்வளோ மீனை பிடிச்சிக்கிட்டு கடலில் போட போகிறோம். രണ്ടാമത്തെ വലയിൽ നമുക്ക് വവ്വാലും കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. പകരം ഹമൂറും കണവയും ഒക്കെയാണ് കിട്ടിയത്. പിന്നെ ബഫർ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കടലിലോട്ട് തന്നെ കളഞ്ഞ് കടലിൽ കളയണ സമയത്ത് നമുക്കൊരു പുള്ളി സ്രാവിനെ കിട്ടിയായിരുന്നു. അതിനെയും കടലിലോട്ട് കളഞ്ഞിട്ട് അതിനെ പക്ഷെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ ബഫർ ഫിഷിനെ കളയണ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഈ ഒരു അണ്ണനെടുത്ത് അപ്പുറത്തു കൂടി അതിനെ കളഞ്ഞ്. ഇവർ നമുക്ക് പെട്ടെന്നാണ് ഇവർ മീനൊക്കെ എടുത്ത് കടലിലോട്ടൊക്കെ കളയാനായിട്ടാണ്. നമുക്ക് നോക്കി നിന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റൂല. അപ്പോൾ അതെ, ഇതാണ് ഹറൂപ്പ് അല്ലെങ്കിൽ ഹമൂർ ഇനത്തിൽപ്പെട്ട ഒരു മീനാണിത്. അതുപോലെ ഇതാണ് പട്ടത്തി മാന്തൽ. നല്ല പരന്നിരിപ്പുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടെ. നല്ല ജീവനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കിടന്ന് പെട്ടച്ച് കളിക്കാൻ കേട്ടാ. പിന്നെ നമുക്ക് കിട്ടിയതാണ് കണവ അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയും. അത്യാവശ്യം എക്സ്പോർട്ടിങ് പോണേണ്. അത് നമുക്ക് ഒരു കൊട്ടയോളം കിട്ടിയിട്ടാ. ഇങ്ങനെയുള്ള മീനുകളൊക്കെ ചിലപ്പോഴൊക്കെ കൂടുതലായിട്ട് കിട്ടും, ചിലപ്പോഴൊക്കെ വല്ല ഒറ്റയ്ക്കായിട്ട് കിട്ടുള്ളൂ. അത് കൂടുതലും ഈ പവിഴപ്പുറ്റുകളിലൊക്കെ നിൽക്കുന്ന മീനുകളാണ് കേട്ടോ. കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള മീനുകളൊക്കെ ഇവിടെ തരം തിരിച്ച് കൊട്ടയിലോട്ട് അയിലയും കിളിമീനും ശീലാവൊക്കെ മാറ്റാൻ കേട്ടോ. ഈ ഒരു ഹമൂർ രണ്ടും ജോഡിയാണ് കേട്ടോ. കാരണം ഇതുങ്ങൾ ഒരുമിച്ചൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം കുറേ നേരം നിൽക്കും. ഏകദേശം 1 മണിക്കൂറിൽ മേലെ കരയിൽ നിന്നാലും അതുങ്ങൾ ചാവൂല. ബാക്കിയുള്ള മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെയാണ് കേട്ടോ. രണ്ട് വല വലിച്ചിട്ട് നമുക്ക് കിട്ടിയത് മീനൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഗ്രൗണ്ടിലോട്ട് ബോട്ട് ഓടിച്ച് പോവുകയാണ്. പോണ വഴി തന്നെ നമ്മൾ വേറൊരു വല സെറ്റ് ചെയ്ത് അത് പൂട്ടേണ്ടാ. അത്യാവശ്യം നല്ല വലിയ വലയാണ് കേട്ടോ. അതുപോലെ തന്നെ കോടൻറ്റും വലുതാണ്, നല്ല വലിപ്പമുണ്ട്. കേരള ബോട്ടിൻ്റെ കോടൻറ്റും തമിഴ്നാട് ബോട്ടിൻ്റെ കോടൻറ്റും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അതിൽ മെയിനായിട്ട് തന്നെ ഈ വലയുടെ വ്യത്യാസം തന്നെയാണ് കേട്ടോ. നല്ല വലിപ്പം തന്നെ കോടൻ്റെയും കാര്യങ്ങളൊക്കെയാണ് വന്നത്. മീനൊക്കെ കുറവായത് കൊണ്ട് നമ്മൾ കള്ളിയിലോട്ടാക്കി സ്റ്റോർ ചെയ്യണില്ല. പകരം കൊട്ടയിലോട്ടാക്കിയാണ്ട് മീനൊക്കെ സ്റ്റോർ ചെയ്ത് അങ്ങനെ ഗ്രൗണ്ട് എത്തി. 3ാമത്തെ വല ഇടുന്ന കാഴ്ചയാണ്. ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് 3ാമത്തെ വലയും കാര്യങ്ങളും റോപ്പൊക്കെ വിടുകയാണ്. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇത്തിരി കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ കടലൊക്കെ വന്നു തുടങ്ങി. ഇതേ നമ്മുടെ ബോർഡ് രണ്ടും ഇറക്കി വിട്ട്. ബോർഡിനെ കുറിച്ച് അറിയാത്ത കൂട്ടുകാരുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലയുടെ ഒരു വായ്, അത് തുറക്കാൻ വേണ്ടിയാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതാണ് നമ്മുടെ
സ്രാങ്കത ഇവിടെ 57 മാറ് വെള്ളം, 58 മാറ് വെള്ളമൊക്കെ 62ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കുഴിക്കടലാണ് ഈ തമിഴ്നാട്ടിലെ കടൽ എന്ന് പറഞ്ഞാൽ കേട്ടാ. പിന്നെ ഉച്ചക്കാലത്തെ മീൻ നമ്മൾ എടുത്തേക്കണത് അയിലയാണ്. അത്യാവശ്യം നല്ല വലിയ അയില ഇവിടെ വെട്ടി അതിൻ്റെ ചിറകെല്ലാം വെട്ടിക്കളഞ്ഞ് ചതമ്പലും കാര്യങ്ങളും കളഞ്ഞ് 2 കഷ്ണം 3 കഷ്ണമൊക്കെ ആക്കി മുറിച്ച് മാറ്റാൻ കേട്ടാ. എൻ്റെ കൂടെ കൊട്ടയുണ്ട്, അതിനകത്തോട്ട് ഇടുകയാണ്. അയില മാത്രമെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ചൂരയും ഉണ്ട്. അപ്പോൾ ഇതാണ് ചൂര എടുത്തേക്കണേട്ടാ, കുഞ്ഞു ചൂരയാണ്. അപ്പോൾ അതും വെട്ടി 2-3 കഷ്ണമൊക്കെ ആക്കി ക്ലീൻ ചെയ്ത് എടുക്കേണ്ട. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണ ഒരു കാഴ്ചയാണ്. വാലൊക്കെ മുറിച്ച് 3 കഷ്ണം വെച്ച് അയിലയും ചൂരയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കറി കേട്ടാ. ചൂരയും അയിലയും നല്ലതുപോലെ വെട്ടി പിന്നെ നേരെ കഴുകേണ്ട. കൊട്ടയിലിട്ട് നന്നായിട്ട് കിലുക്കി കഴുകി ശരിക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴുകിയ വെള്ളം എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിലാണ്. ഇനി നല്ല വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയിട്ട് പിന്നെ നേരെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു അടിപൊളി മീൻകറി അങ്ങാട് പാസ്സാക്കി വിടോട്ടാ. അപ്പോൾ 2-ാം ദിവസം നമുക്ക് അയില മാത്രം ഇരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചൂരയും അയിലയും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടാ. അപ്പോൾ ഇവിടെ ഓരോ ബോട്ടിൻ്റെ വല പിടിക്കണ്, അതുപോലെ തന്നെ വല വലിക്കണ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ കരട പരിപാടിയൊക്കെ തുടങ്ങി ചാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മീൻ കലത്തിലെടുക്കാൻ കേട്ടാ. അയിലയും ചൂരയും എല്ലാം കൂടി കലത്തിലോട്ടൊരു എടുത്തിട്ട് നേരെ അതങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അയില മീനാണെങ്കിൽ നന്നായിട്ട് മുട്ട വെച്ചിട്ടുണ്ട്. മുട്ടയുള്ള സമയമാണ് ഈ ഒരു സമയത്ത്. അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും. അങ്ങനെ നേരെ മീനങ്ങാട് എണ്ണി 3 കഷ്ണം വെച്ചൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കേണ്ട. പിന്നെ അടുത്തൊരു വാരം കൂടി എടുത്ത്, ഒരു വാരിൽ തീർന്നില്ല, 2-ാമത്തെ വാരം കൂടി വാരി ഇഞ്ഞങ്ങാട് മൊത്തമായിട്ട് ഇടുകയാണ്. പിന്നെ ഈ ഒരു ചാറ് കറിയിൽ മൊത്തമായിട്ട് മീൻ മുങ്ങിക്കിടക്കും. എന്നിരുന്നാൽ പോലും ഒരു പ്രത്യേക മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് വരും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറി വേവണേക്കാൾ മുന്നേ സവാളയൊക്കെ താളിക്കണ പോലെ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുടുകുടൂന്നും പറഞ്ഞിങ്ങനെ മീൻ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു അടിപൊളി മണം മൂക്കിലോട്ട് വന്നണം കേട്ടാ. അതിനകത്തോട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കറി റെഡിയാക്കി എടുത്ത് ആ ഒരു സമയത്തെ അടുത്ത വല കയറണം. നന്നായിട്ട് തിരമാലയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ബോർഡ് പിടിച്ച് കയറ്റാണ്. ബോർഡ് കയറി പതിപോലെ തന്നെ നമ്മുടെ വലയും കാര്യങ്ങളും കയറും. അപ്പോൾ ഈ ഒരു വലയിൽ വല നിറച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മുതൽ വവ്വാലും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കറുത്ത ക്ലാത്തി അവന്മാരാണ് ഈ വല നിറച്ച് കയറി വന്നേട്ടാ. ആ ഒരു അടിപൊളി കാഴ്ച നിങ്ങളിലോട്ട് കാണിച്ചു തരാം. ബോർഡും കാര്യങ്ങളൊക്കെ കയറിയത് റോപ്പ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ടൈറ്റിൽ ഇങ്ങനെ താന്ന് നിൽക്കണ്. ഫ്ലോട്ട് പൊങ്ങിയിട്ടില്ല കണ്ട, നന്നായിട്ട് ടൈറ്റിൽ. നമ്മളത് വല കയറി വന്നിട്ട് ഫ്ലോട്ടും കാര്യങ്ങളും പൊങ്ങിക്കാണ്. എല്ലാവരും പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം അണ്ണന്മാരക്കടാ. നല്ല കാറ്റും നല്ല കടലുണ്ട്. ഇപ്പം ഇത്തിരി ചെറുതായിട്ട് കുറവുണ്ട്. എന്നാലും കടലിത് മറിഞ്ഞ് വരണ്ട. അത് കണ്ട നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയൂടാ. ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പൊങ്ങി ഇങ്ങനെ നേരെ അടിയിലോട്ട് പോകണം കണ്ടാ. ഇതേ വന്നി പോകുമ്പോൾ ഇങ്ങനെ പൊങ്ങും അങ്ങാട്. ഈ വള്ളികളൊക്കെ ഇട്ടേക്കണത് നമുക്ക് കൈക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ പിടിച്ചിരിക്കുന്നത്. പിന്നത്തെ ദിവസം നമ്മുടെ ഇവിടെ തെങ്കടലുണ്ട് കേട്ടാ. ഇന്ന് 3-ാം ദിവസം തെങ്കടൽ വന്ന തെങ്കടലാണേ നോക്കിയേ. എന്താ ചിരി കണ്ട അയ്യെന്തൊരു ചന്തം എന്നമ്പട്ട വലകൾ അവൊന്നും കൂടെ അവച്ചത്തിൽ പിടിച്ചോ മോനെ കേറാനില്ല. അവൊന്നും കൂടെ അമ്മാടാ പിടി അവൊന്നും കൂടെ മീനാനട്ട നമ്മുടെ വലയിൽ മീനാനട്ട പിടിച്ചോ മോനെ. മിണ്ടാത്തവരുടെ വായിലൊക്കെ ചൂര തള്ള് ചൂര തള്ള്.
അല്ലേ? ഓ ഇതാണ് ഞാൻ പറഞ്ഞ ആ കറുത്ത വവ്വാലും കുഞ്ഞുങ്ങൾ നട്ടാ. ഇതാണ് കറുത്ത ക്ലാത്തി. ഇതുങ്ങളെ പൊടിക്കാനും വളത്തിനും പോകുള്ളൂ. കൊട്ടക്ക് 200 രൂപയാണ്. അതിൻ്റെ കൂടെ നമുക്കിത് വലിയ വൈശാലിയും പിന്നെ അയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും തിരിഞ്ഞ് മാറ്റുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ വിചാരിച്ചത്ര ചരക്കില്ല. ഈ ഒരു മീന് വിലയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ നല്ലൊരു പണിയാണ്. ഈ ഒരു മീൻ സാധാരണ നമുക്ക് കിട്ടുന്ന മീനിൻ്റെയൊക്കെ റേറ്റ് ആണെങ്കിൽ ഇന്ന് നല്ലൊരു പണിയായിരുന്നു. അതെല്ലാം നമ്മളൊരു മൂലക്കിലോട്ട് കൂട്ടിയിട്ട് അങ്ങനെ അതെ അടുത്ത വല പിടിച്ചു തരുന്നൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നെ കേട്ടോ. അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മൾ വല ഇട്ടത്. വലിയ മാറ്റിയൊന്നുമല്ല ഇട്ടത്. എന്നിരുന്നാൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് വേറെ വല്ല മീനും കയറുമെന്ന്. പക്ഷേ വീണ്ടും നമ്മുടെ വലയിൽ കയറിയ മുതൽ നിങ്ങൾ തന്നെ കണ്ടോട്ടാ. ഈ ഒരു വവ്വാലും കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. അതും അതിൽ കൂടുതലൊക്കെ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ സമാധാനം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് കാണവേ മറ്റുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വവ്വാലും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ കറുത്ത ക്ലാത്തിയൊക്കെ കൂടുതലും പാറ, പവിഴപ്പുറ്റുകൾ, അതിനല്ലെങ്കിൽ കൊടക്കുകൾ, അവിടെയൊക്കെയാണ് ഇത് കൂട്ടമായിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ വല എല്ലാവരും കൂടി വീണ്ടും പഴയതുപോലെ തന്നെ ആവേശത്തിൽ പിടിച്ചങ്ങാട് വലിച്ചങ്ങാട് വല കയറ്റിയെടുക്കുകയാണ്. ഇനി കയറി വരുമ്പോൾ നിങ്ങൾ കണ്ടോട്ടാ എന്തൊക്കെയാണ് മീൻ എന്നുള്ളത് കാണാൻ പറ്റും. ഏകദേശം നമ്മുടെ കോടൻ്റെ ഒക്കെ പതിപോലെ തന്നെ എത്തി നേരെ അങ്ങാട് പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ പൊക്കിയെടുത്ത് വന്നപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് മെയിനായിട്ട് മീൻ. പിന്നെ കുറച്ച് വെള്ള രീതിയിൽ കാണുന്നുണ്ട്. അത് അയിലയും ശീലാവൊക്കെയാണ്. എന്നിരുന്നാൽ പോലും പൊട്ടിച്ചങ്ങാട് ഇട്ടപ്പോൾ കൂടുതലും നമ്മുടെ വവ്വാലും കുഞ്ഞ് തന്നെയാണ് വീഴുന്നത് കേട്ടോ മൊത്തമായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അയില അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇവന്മാരെ മെയിനായിട്ട് പൊടിക്കാനൊക്കെയാണ് പോണേ കേട്ടാ. കിലോ 200 രൂപയാണ് അവിടെ അതായത് കന്യാകുമാരിയിലുള്ളത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ രാത്രിത്തെ വല പിടിച്ചു തരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിലോട്ട് കാണിച്ചു തന്നത്. പിന്നെ വെച്ചാൽ നമുക്ക് 2-ാം ദിവസം നല്ല പണിയും കാര്യങ്ങളായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസവും 2-ാം ദിവസം നല്ല പണിയുണ്ടായിരുന്നു. 3-ാം ദിവസം നമുക്ക് കൂടുതലും മീൻ നല്ല മീനാണ് കിട്ടിയതെങ്കിലും പണി കാര്യമായിട്ട് കിട്ടിയില്ല. കുറച്ച് മീനൊക്കെ ഉണ്ടായുള്ളൂ. കൂടുതൽ നമുക്ക് കൂന്തൽ കിട്ടിയായിരുന്നു. കൂന്തലൊക്കെ നമുക്ക് നല്ല വിലയുണ്ടെങ്കിൽ പോലും നല്ല രീതിക്ക് കിട്ടിയില്ല. അത് 2 കൊട്ട 1 കൊട്ടയൊക്കെയാണ് കിട്ടിയത്. അതേമറിച്ച് ഒരു 5 കൊട്ട വെച്ചൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പണിയായെന്ന് പറഞ്ഞാൽ. പിന്നെ കിട്ടിയത് ഈ വളത്തിന് പോണ ഒരു മീനാണ് ക്ലാത്തി. പിന്നെ അവസാനത്തെ വലയിൽ ക്ലാത്തി അല്ല കയറിയത്, പകരം കയറി എന്താണ് മീൻ നിങ്ങൾ കണ്ടോട്ടെ പൊട്ടിച്ചിടുമ്പോൾ.
അപ്പോൾ ഈ ഒരു വലയിൽ വൈകുന്നേരത്തെ വലയിൽ നമുക്ക് വിചാരിച്ച പോലുള്ള മീനെല്ലാം കിട്ടിയത് പാറയുടെ അടുത്തോട്ടൊക്കെ ചേർന്ന് വലിച്ച്. പക്ഷെ ഇതിലെല്ലാത്തരം മിച്ചർ മീനുകൾ, ശീലാവ്, കിളി, അങ്ങനെയുള്ള എല്ലാ മീനും, അയില, പിന്നെ പൊടി മീനുകൾ, അങ്ങനെയുള്ള എല്ലാ മീനുകളുണ്ട്. ഇതിന് ശരിക്കും തിരിയണം. അതുകൊണ്ട് തന്നെ ഓരോ കൊട്ടയിലോട്ടാക്കിയിട്ട് എല്ലാവരും കൂടി തിരിഞ്ഞ് മീൻ മാറ്റാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യത്തെ വലയിൽ നമുക്ക് 2 ഹമൂറൊക്കെ കിട്ടിയായിരുന്നു. അതുപോലെ വാക്കിങ്ങാടെ നോക്കുകയാണെങ്കിൽ കടൽ ബ്രാലും പിന്നെ പാറയിലെ മീനൊക്കെയാണ്, കിളിമീൻ, അങ്ങനെയുള്ള മീനുകൾ, കറൂപ്പ് ഒക്കെ ഉണ്ട്. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടോട്ട് കിടക്കുകയാണ്. പക്ഷേ ഇതിൽ നല്ല മീനൊക്കെ തിരിഞ്ഞെടുക്കണം. അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടിയിരുന്ന് മീനൊക്കെ തിരിയാൻ വേണ്ടി ഓരോ സൈഡിലായിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ കരയിലോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ നാട്ടിലെ മീൻപിടുത്തവും കാര്യങ്ങളായിട്ടൊക്കെ വരാം. വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ നല്ല അടിപൊളി കിടിലം വീഡിയോ ടാറ്റാ.